എന്തൊരു ഗതികേടാ ഇത്. ചെയ്യാത്ത തെറ്റിന് പോലീസിന് കൈക്കൂലി കൊടുക്കേണ്ട അവസ്ഥയായി. നിന്നെ പറഞ്ഞാ മതി. ചോദിക്കുന്ന കാശ് തന്നോളാന്ന് ചാടി കയറി എഴുന്നള്ളിക്കാൻ നിന്നോട് ആരാ പറഞ്ഞത്? കൊള്ളാം, ഇപ്പൊ ഞാൻ പറഞ്ഞതായ കുറ്റം. അങ്ങനെ ഞാൻ പറഞ്ഞതുകൊണ്ടാണ് രക്ഷപ്പെട്ടത്. അല്ലെങ്കിൽ ചേച്ചിപ്പോഴേ അഴിയെണ്ണിയാണ്. അല്ല, ചേച്ചി എന്തിനാ അങ്ങനെ പറഞ്ഞത്? എങ്ങനെ? അല്ല, ചന്ദ്രേട്ടന്റെ മരണത്തില് പങ്കൊന്നുമില്ലെന്ന്. അങ്ങേര് മരിച്ചു എന്ന് പോലീസിന് പോലും ഉറപ്പായിട്ടില്ല. അപ്പൊ ചേച്ചി അങ്ങനെ ചാടിക്കേറി പറഞ്ഞോണ്ടല്ലേ അവർക്ക് സംശയം ഉണ്ടായത്. അവര് സംശയിച്ചതില് വല്ല വാസ്തവമുണ്ടോ? എന്നോടെങ്കിലും തുറന്നു പറ. അതെടാ, അങ്ങേരെ ഞാൻ കൊന്നു. ഇപ്പൊ നിനക്ക് സമാധാനമായോ? ചേച്ചി എന്തിനാ എന്നോട് ചൂടാവുന്നത്? അളിയൻ എവിടെ പോയെന്നോ എന്തോ സംഭവിച്ചെന്നോ വല്ല സൂചനയും ചേച്ചി കൊണ്ടോന്ന് ഞാൻ ചോദിച്ചോളൂ. ഞാൻ എങ്ങനെ അറിയാനാ? എന്നോട് ചോദിച്ചിട്ടും പറഞ്ഞിട്ടും ഒന്നും അല്ലല്ലോ അങ്ങേരുടെ സർക്കിട്ട്. ചിലപ്പോ വല്ല കാശിക്കും പോയതായിരിക്കും. നീ റോഡ് ശ്രദ്ധിച്ച് വണ്ടി ഓടിക്കാൻ നോക്ക്. ചേച്ചി, ദേ അമൃത. അവനെയും ചുറ്റിപ്പിടിച്ചിട്ടുള്ള ഇരിപ്പും കൊഞ്ചിക്കുഴയിലും ചേച്ചി കണ്ടില്ലേ? ഓ, കണ്ടു. ചേച്ചി എനിക്കെന്നൊരു വാക്കുണ്ട്. അതും വിശ്വസിച്ചിട്ടാണ് ഞാൻ ജീവിക്കുന്നത്. അത് ചേച്ചി മറക്കരുത്. ഞാനൊരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിലേ അത് പാലിച്ചിരിക്കും. പക്ഷേ സാവകാശം വേണം. ഇനി എത്ര കാലം? മൂത്ത് നരച്ച് ചത്തിട്ടോ? ഒന്ന് അടങ്ങ് മഹേന്ദ്ര. ഇനി അധിക കാലമൊന്നും വേണ്ടി വരില്ല. പഞ്ചരത്നത്തിന്റെ ആധാരം നമുക്ക് കിട്ടാൻ പോവല്ലേ. അത് പണയത്തിലാവുന്നതോടെ അമൃതയുടെ കല്യാണം മുടങ്ങിയിരിക്കും. പിന്നെ എന്നും അമൃതയും അനിയത്തിമാരും നമ്മുടെ അടിമകളായിരിക്കും. പിന്നെ അമൃതയുടെ ജീവിതം ഞാനും നീയും വരയ്ക്കുന്ന വരകൾക്കുള്ളിൽ ഒതുങ്ങും. അത് വേണ്ട. അമൃതയുടെ ജീവിതം ചേച്ചി വരയ്ക്കുന്ന വരയിലല്ല, ഞാൻ വരയ്ക്കുന്ന വരയിൽ മാത്രം ഒതുങ്ങിയാൽ മതി. കല്യാണം കഴിഞ്ഞ അമൃതയെ ഞാനൊരു റാണിയെ പോലെ നോക്കും. പെങ്കോന്തൻ. നീയേ ആജീവനാന്ത അവളുടെ ദാസനായിട്ട് കഴിഞ്ഞോടാ. എനിക്കെന്ത് ചെയ്തം? അമൃതയുടെ ദാസനായി കഴിയാൻ എനിക്ക് ഒരു നാണക്കേടുമില്ല. ഓ, വലിയ ബഹുമതിയാ. അവളുടെ കയ്യിന്നേ ഒരു ശില്പവും ഫലകവും വാങ്ങി കഴുത്തിലങ്ങ് കെട്ടി തൂക്കിക്കോ. ഹലോ, ഞാൻ ഇവിടെ കുറ്റിക്കാടിന്റെ അടുത്ത് നിൽക്കാൻ തുടങ്ങിയിട്ട് 1 മണിക്കൂറായി. മാഡം വരുന്നില്ലേ? ആ, വന്നോണ്ടിരിക്കുക. മാഡം വരാൻ 1 മണിക്കൂർ വൈകിയത് കൊണ്ട് ഞാൻ 10 ലക്ഷം കൂടി കൂട്ടി. ഇനി എന്റെ ചാർജ് 10 20 ലക്ഷമാ. ഹലോ മാഡം, ഞാൻ പറഞ്ഞത് മാഡം കേട്ടല്ലോ അല്ലേ? ആ, കേട്ടു. എല്ലാം കൂടെ ഒരുമിച്ച് തരാം സിസിലി. ഞാനൊന്നങ്ങോട്ട് വന്നോട്ടെ. ആയിക്കോട്ടെ മാഡം, സാവധാനം വന്നാ മതി. അവര് മാക്സിമം വൈകട്ടെ. എത്ര നേരം വേണം കാത്തിരിക്കാൻ ഈ സിസിലിക്ക് ഒരു മടിയുമില്ല. പക്ഷേ വൈകുന്നതിനനുസരിച്ച് ഞാൻ കാശ് കൂട്ടിക്കൊണ്ടേയിരിക്കും. എന്താ ചേച്ചി, എന്തോ ആലോചിക്കുന്നുണ്ടല്ലോ? വേറൊന്നുമല്ല, ഈ കഥയില് സിസിലിയുടെ റോള് തീരാറായി മഹേന്ദ്ര. ഫ്ലവേഴ്സിൽ 2 പുതിയ പരമ്പരകൾ. വീട്ടിലെ വിളക്ക് എല്ലാ ദിവസവും രാത്രി 8:30 ഫ്ലവേഴ്സിൽ. മഹാലക്ഷ്മി എല്ലാ ദിവസവും രാത്രി 9 മണിക്ക് ഫ്ലവേഴ്സിൽ.